അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം 2023 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. 4, 5, 6, 7 ക്ലാസ്സുകളിലെ 2024 നടന്ന ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം ഒന്ന് നോക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷൻ്റെ നേരെയുള്ള ബോക്സിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കണം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ്. ഓപ്ഷൻസ്: മസ്ജിദുൻ നബവി, മസ്ജിദ് ഖുബാ, മസ്ജിദുൽ ഹറാം. ശരിയുത്തരം മസ്ജിദ് ഖുബാ. 2. കരുണ ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവർ. ഓപ്ഷൻസ്: മാതാപിതാക്കൾ, കൂട്ടുകാർ, അയൽവാസികൾ. ശരിയുത്തരം മാതാപിതാക്കൾ. 3. ബദറിൽ മുശ്രിക്കുകളുടെ നേതാവ്. ഓപ്ഷൻസ്: അബൂ സുഫിയാൻ, അബൂ ജഹൽ, ഉമയ്യത്ത് ബിൻ ഖലഫ്. ശരിയുത്തരം അബൂ ജഹൽ. 4. എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഓപ്ഷൻസ്: മോഷണം, വ്യഭിചാരം, മദ്യപാനം. ശരിയുത്തരം മദ്യപാനം. 5. ഇസ്മും മിൻ അസ്മാ ഇല്ലാഹി തആല. ഓപ്ഷൻസ്: അൽ ഗലീം, അല്ലൗഹ്, അൽ കുർസി. ശരിയുത്തരം അൽ ഗലീം, അതായത് അള്ളാഹു താലാന്റെ പേരുകളിൽപ്പെട്ടത്. 6. അഭിമുഖം എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ഖാദിമ, മുസാഫിറ, മുക്കാബല. ശരിയുത്തരം മുക്കാബല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം: ചേരുംപടി ചേർക്കുക. 7. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 8. ഈസ അലൈഹിസ്സലാം. 9. മൂസ അലൈഹിസ്സലാം. 10. സ്വാലിഹ് അലൈഹിസ്സലാം. 11. യൂസുഫ് അലൈഹിസ്സലാം. ഇപ്പുറത്ത്: എ. സ്വപ്ന വ്യാഖ്യാനം. ബി. അത്ഭുത ഒട്ടകം. സി. ചന്ദ്രനെ പിളർത്തൽ. ഡി. വടിയെ പാമ്പാക്കൽ. ഇ. മരിച്ചവരെ ജീവിപ്പിക്കൽ. ഇപ്പുറത്ത് നമുക്ക് നബിമാരുടെ പേരുകളും അപ്പുറത്ത് ഓരോ നബിമാരുടെ മുഅ്ജിസത്തുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ഓപ്ഷന്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. 7. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സി. ചന്ദ്രനെ പിളർത്തൽ. 8. ഈസ അലൈഹിസ്സലാം. അതിന് ശരിയായത് ഇ. മരിച്ചവരെ ജീവിപ്പിക്കൽ. 9. മൂസ അലൈഹിസ്സലാം. അതിന് ശരിയായത് ഡി. വടിയെ പാമ്പാക്കൽ. 10. സ്വാലിഹ് അലൈഹിസ്സലാം. അതിന് ശരിയായത് ബി. അത്ഭുത ഒട്ടകം. 11. യൂസുഫ് അലൈഹിസ്സലാം. അതിന് ശരിയായത് എ. സ്വപ്ന വ്യാഖ്യാനം. CEDBA. അടുത്ത പ്രവർത്തനം: പൂരിപ്പിക്കുക. 12. ബദറിൽ ഡേഷ് സ്വഹാബികൾ ഷഹീദായി. അവിടെ പൂരിപ്പിക്കേണ്ടത് 14. ബദറിൽ 14 സ്വഹാബികൾ ഷഹീദായി. 13. ഹിജ്റയുടെ ഡേഷ് വർഷത്തിലാണ് ഫതഹ് മക്കയുണ്ടായത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 8. ഹിജ്റയുടെ 8 വർഷത്തിലാണ് ഫതഹ് മക്കയുണ്ടായത്. 14. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഡേഷ് സ്വഹാബികൾ പങ്കെടുത്തു. അവിടെ പൂരിപ്പിക്കേണ്ടത് 1,00,000-ലധികം. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1,00,000-ലധികം സ്വഹാബികൾ പങ്കെടുത്തു. 15. അദ്ദാസുൻ റജുലും മിൻ അഹ്ലി ഡേഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് നീനവ. അദ്ദാസുൻ റജുലും മിൻ അഹ്ലി നീനവ. 16. വലാ യഊദുഹു ഡേഷ് വഹുവൽ ഗലിയുൽ ഗലീം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹിഫ്ലുഹുമാ. വലാ യഊദുഹു ഹിഫ്ലുഹുമാ വഹുവൽ ഗലിയുൽ ഗലീം. 17. അറിവ് പഠിക്കുന്നവർക്ക് ഡേഷ് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് മലക്കുകൾ. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കും. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. കം ദവാ അല്ലിൽ കൽബ്. ഉത്തരം ഹംസത്തുൻ. 19. അബൂ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബങ്ങൾക്ക് ഭാഗിച്ചു നൽകിയ തോട്ടമേത്. ഉത്തരം ബൈറുഹാ. 20. ഫതഹ് മക്ക ദിവസം കഅബയുടെ മുകളിൽ കയറി അദാൻ വിളിച്ചത് ആര്. ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു. 21. നമ്മുടെ നബിയുടെ ഹൗലിന്റെ പേരെന്ത്. ഉത്തരം ഹൗലുൽ കൗസർ. 22. ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ആരാണ്. ഉത്തരം മുൻകർ നക്കീർ അലൈഹിസ്സലാം. 23. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ ജനങ്ങളെ ശാന്തരാക്കിയത് ആരാണ്. ഉത്തരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം നോക്കൂ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. എണ്ണവും സജ്ജീകരണങ്ങളും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദറിൽ വിജയിച്ചു. കാരണമെന്ത്? ഉത്തരം: അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അള്ളാഹു നബിയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അങ്ങനെ അവർ ബദറിൽ മിന്നുന്ന വിജയം കൈവരിച്ചു. 25. മദ്യപാനികൾക്ക് നരകത്തിൽ കുടിപ്പിക്കും. എന്ത്? ഉത്തരം: നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം. 26. മഹ്ശറിൽ അർശിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗം. പേജ് നമ്പർ 93 7 വിഭാഗം ആളുകളെ കുറിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുടെ പേരാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നീതിമാനായ ഭരണാധികാരി. 27. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സർപ്പം കൊത്തിയപ്പോൾ വിഷം ഇറങ്ങി വേദന ശമിച്ചത് എങ്ങനെ? ഉത്തരം: വിവരമറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിവായിൽ തന്റെ ഷറഫാക്കപ്പെട്ട ഉമിനീർ പുരട്ടിയപ്പോൾ. 28. ഞാൻ വിദ്യാർത്ഥിയാണ്. അറബിയിലാക്കി എഴുതുക. ഉത്തരം: അന മുതഅല്ലിമുൻ. 29. ലിമൻ യുസഹിലു ത്വരീഖുൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. ആർക്ക്? നമുക്കിവിടെ ചോദ്യം അറബിയിൽ കൊടുത്തത് കൊണ്ട് നിങ്ങൾ ഉത്തരവും അറബിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഉത്തരം നോക്കൂ. മൻഫി ത്വരീഖി ലിതഅല്ലുമി യസ്ലുകു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില. നമുക്ക് അതിന്റെ അർത്ഥവും ഒന്ന് നോക്കാം. വല്ലവനും വിജ്ഞാനം സമ്പാദിക്കാനുള്ള വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. 30ാമത്തെ ചോദ്യം. മഹ്ശറിൽ എങ്ങനെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്നത്? ഉത്തരം: വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെയുമാണ് ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത്. 31ാമത്തെ ചോദ്യം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകൾ. അതിനെക്കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതണം. നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. അതിന്റെ ഉത്തരം നോക്കൂ. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകളിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നു. പഠനം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ച് പഠിക്കുക. അപ്പൊ എത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്? 32. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നാം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തിരുസുന്നത്തിനെയും സംരക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ പ്രധാന വശങ്ങളാണ്. അപ്പൊ എത്രയാണ് അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്? നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിലെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.